ഹലോ കൂട്ടുകാരെ, നിറക്കൂട്ട് വ്ളോഗ്സ് ഇന്നും വന്നിരിക്കുന്നത് ഉത്സവ കാഴ്ചകളിലൂടെയാണ്. പച്ച ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 9ാം ഉത്സവ ദിനത്തിലെ കാഴ്ചകളൊന്ന് കണ്ടാലോ? നാളെ കൂടി ആവുമ്പോൾ ഇനി ഉത്സവം അവസാനിക്കുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും ദീപാലങ്കാരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്പലത്തിലോട്ട് പോകുന്ന വഴികളെല്ലാം ദീപാലങ്കാരങ്ങളാൽ വളരെ വ്യത്യസ്തമായ കളറുകളാലും നല്ല ഭംഗിയോടുകൂടിയായിരുന്നു കാണപ്പെട്ടിരുന്നത്. നല്ല ദീപാലങ്കാരം ചെയ്യുന്ന ടീമിന് അമ്പലത്തിൻ്റെ വക സമ്മാനങ്ങളും മറ്റും ഉണ്ട് കേട്ടോ. പച്ച ഉത്സവം ഈ നാട്ടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഈ 10 ദിവസവും മിക്കവാറും പേരും ഈ ഉത്സവപ്പറമ്പിൽ എല്ലാവരും കാണും. രാത്രികളിൽ എല്ലാ ദിവസവും ടിവിയും ഫോണും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നവർ എല്ലാവരും ഉത്സവ പരിപാടികൾ കാണാനും ഉത്സവ കാഴ്ചകളിലേക്കായിട്ടും എന്നും അമ്പല പരിസരത്ത് എത്താറുണ്ട്. നമ്മുടെ നാട്ടുകാർ മാത്രമല്ല കേട്ടോ, മറ്റ് നാടുകളിൽ നിന്നും പച്ച ഉത്സവം കാണാനായിട്ടും അതിൽ പങ്കെടുക്കാനായിട്ടും പലരും വരാറുണ്ട്. മാത്രമല്ല, ഈ നാട്ടിൽ താമസിക്കുന്നവർ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും ഒക്കെ ഉത്സവത്തിനാണ് ലീവെടുത്ത് നാട്ടിലെത്താറ്. ആരും തന്നെ ഈ 10 ദിവസത്തെ ഉത്സവം മിസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാ ആളുകളും ഈ 10 ദിവസവും വന്നിരിക്കും. ഇനി നാളെ കൂടി കഴിഞ്ഞാൽ ഈ 10 ദിവസത്തെ ഉത്സവത്തിനായിട്ട് വീണ്ടും ഒരു വർഷം കാത്തിരിക്കേണ്ടതാണ്. ഞങ്ങളും മിക്കവാറും ദിവസങ്ങളിൽ ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടി മനോഹരങ്ങളായ ദീപാലങ്കാരങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് എന്നത്തെയും വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. പിന്നെ പല പല സ്റ്റാളുകളും അവിടെ ഉണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോ സ്റ്റാളുകളിലും കടകളിലൊക്കെ നമ്മൾ കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ, അലുവ. അപ്പോൾ ആ സ്റ്റാളിലും ഇന്ന് കയറി. ഇത്രയും ദിവസം ഈ ഒരു സ്റ്റാൾ കയറിയിട്ടില്ലായിരുന്നു. ഇന്ന് കയറി അലുവയൊക്കെ 1/2 കിലോ അലുവയൊക്കെ വാങ്ങി. മറ്റു കാഴ്ചകൾ നിങ്ങളോട് കണ്ടോളൂ. അമ്പലത്തിലെത്തിയാൽ എവിടെയൊക്കെ വീഡിയോ എടുക്കുക എന്ന ടെൻഷനാണ്. കാരണം എല്ലായിടവും ലൈറ്റും കാര്യങ്ങളുമായിട്ട് നല്ല മനോഹരമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഏകദേശം വീഡിയോ എടുക്കാറുണ്ട്. അതിനിടയിൽ പരിചയക്കാരുമായിട്ട് കണ്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും വിട്ടില്ല. നമ്മുടെ പരിചയത്തിലുള്ളവരുടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തില്ലേ പിന്നെ എന്ത് യൂട്യൂബർ ആണല്ലേ. ധാരാളം റൈഡുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് റൈഡുകളിലൊന്നും കയറിയില്ല, വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. 9ാം ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ചും പതിവിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് നാളെ കൂടിയാകുമ്പോൾ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാനൊക്കാത്തവരെല്ലാം ഇന്ന് വന്ന് പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, നാളെ ഇതിനേക്കാൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ലൈറ്റും കാര്യങ്ങളും പരിപാടിയൊക്കെ കണ്ട് മടങ്ങാനാണ് ഇന്ന് എല്ലാവരും വന്നിരിക്കുന്നത്. നാളെ ഇനി നിറപറയുടെയും ഘോഷയാത്രയുടെയൊക്കെ തിരക്ക് കാരണം ചിലപ്പോൾ അമ്പലത്തിൽ വരാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങളും അമ്പലത്തിൽ വന്ന് ഇന്ന് കൂടി ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് ഞങ്ങളും വന്നത്. നാളെ ഇനി നിറപറ തയ്യാറാക്കുന്നുണ്ട്. മാത്രമല്ല ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ വരാൻ കഴിയൂ. മാത്രമല്ല, നാളെ നല്ല തിരക്കുമായിരിക്കും. നമ്മുടെ ഇൻ്റർലോക്ക് ഷോപ്പിന് മുന്നിൽ നമ്മൾ എല്ലാ വർഷവും നിറപറ വയ്ക്കാറുണ്ട്. അപ്പോൾ ഈ വർഷവും അതുപോലെ പച്ചക്ഷേത്രത്തിലേക്കായിട്ട് നിറപറ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ വന്നിട്ടില്ലായിരുന്നു ഉത്സവത്തിന്. അവിടെ നിറപറ തയ്യാറാക്കുന്നതിൻ്റെ ഒരുക്കങ്ങളും ലൈറ്റ് ഇടുന്നതിൻ്റെ ഒരുക്കങ്ങളുമായിട്ട് ചേട്ടൻ അവിടെ തിരക്കിലായിരുന്നു. ഞങ്ങൾ അമ്പലത്തിലൊന്ന് കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. കൂട്ടുകാരിൽ നിങ്ങളാരെങ്കിലും പച്ച ഉത്സവത്തിന് മുമ്പ് പങ്കെടുത്തിട്ടുള്ളവരുണ്ടോ? പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇന്നെങ്കിലും വന്ന് പങ്കെടുക്കുക കേട്ടോ. ഇന്നാണ് ലാസ്റ്റ് ദിവസം വരുന്നത്. ഇന്ന് 10ാം ദിവസമാണ്. ഇന്ന് കുഞ്ഞു കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു സ്റ്റേജിൽ നടന്നിരുന്നത്. കുറച്ചു നേരം അതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങളും മടങ്ങിയത്. പാട്ടിൻ്റെ ഓഡിയോ ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കോപ്പിറൈറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അതാണ് കേട്ടോ. ഏറ്റവും പുറകുഭാഗത്ത് നിന്നതുകൊണ്ട് തന്നെ വീഡിയോ നന്നായി എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയായിരുന്നു. വീഡിയോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു സുന്ദരി കുട്ടിയെ കണ്ടത്. ആ സുന്ദരി കുട്ടി മറ്റുള്ള കുട്ടികൾ
സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതുപോലെ കണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം ആ സുന്ദരിക്കുട്ടിയുടെ വീഡിയോ കൂടി ഞാൻ എടുത്തു കേട്ടോ. ആ കുട്ടി അതുപോലെ കുട്ടികൾ കളിക്കുന്നത് പോലെ സ്റ്റെപ്പ് കണ്ട് അതുപോലെ നിന്ന് കളിക്കുകയായിരുന്നു അവിടെ. കൊച്ചുകുട്ടികളുടെ ഡാൻസ് മാത്രമല്ല, വലിയവരുടെയും ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ചു നേരം വീഡിയോ ഒക്കെ എടുത്ത് ഡാൻസൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. കുറച്ചു നേരം പ്രോഗ്രാമൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഇനി വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഇനി പോകുമ്പോൾ അടുത്തിന് കളിപ്പാട്ടം കൂടി വാങ്ങണമെന്ന് പറഞ്ഞ് രണ്ടുപേരും കളിപ്പാട്ട കടയുടെ പിറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോന് കഴിഞ്ഞ ദിവസം 2-3 കളിപ്പാട്ടം വാങ്ങിയതുകൊണ്ട് മോക്കും കളിപ്പാട്ടം അതുപോലെ വേണമെന്ന എണ്ണത്തിനായി വാശിയായിരുന്നു. അമ്പല കമ്മിറ്റിക്കാർ നല്ല ദീപാലങ്കാരത്തിനും മറ്റുമായിട്ട് ഓരോരുത്തർക്കായിട്ട് ട്രോഫികൾ നൽകുന്നുണ്ട്. അപ്പോൾ ആ ട്രോഫികളാണ് കേട്ടോ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. ഇപ്രാവശ്യം ആരാണ് ട്രോഫികൾ കരസ്ഥമാക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. നാളെ ഇനി ഈ അമ്പല പരിസരത്ത് കാല് വയ്ക്കാനുള്ള ഇടം പോലും കാണില്ല. അത്രയ്ക്ക് അസാധ്യമായ തിരക്കായിരിക്കും നാളെ ഉണ്ടായിരിക്കുന്നത്. ഒന്നുകൂടി എല്ലായിടവും വീഡിയോ ഒക്കെ എടുത്ത് ഇനി മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. ഇന്നും കുലുക്കി സർബത്ത് വാങ്ങാനായിട്ട് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയ കടയിൽ കയറിയില്ല കേട്ടോ. ഇന്ന് മറ്റൊരു കടയിലാണ് കയറിയത്. ഒരാൾക്ക് സ്ട്രോബെറി ഫ്ലേവറും ഒരാൾക്ക് ബ്ലൂബെറിയും വേണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ബ്ലൂബെറി ഇല്ലാത്തതുകൊണ്ട് അതേ കളർ വരുന്ന മറ്റൊരു ഫ്ലേവറാണ് മോനും വാങ്ങിയത്. കുലുക്കി സർബത്ത് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഗ്ലാസ് പൊട്ടാതെ ഇങ്ങനെ ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഗ്ലാസ് തെന്നിയാൽ തന്നെ 4 കഷ്ണങ്ങളാക്കി ചിതറിപ്പോകാറാണ് പതിവ്. അടുത്ത മനോഹരങ്ങളായ പാവക്കുട്ടികളുടെ സ്റ്റാളായിരുന്നു കേട്ടോ. മോക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ ആ പാവകളൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരു കളിപ്പാട്ടമാണ് എന്നിട്ട് അവൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചത്. നല്ല മനോഹരങ്ങളായ പാവക്കുട്ടികളായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോക്ക് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വാങ്ങിക്കൊടുത്തില്ല. പാലോട് മേളകളിലും ഇതുപോലെ തന്നെ ഒരു സ്റ്റാളുണ്ടായിരുന്നു പാവക്കുട്ടികളുടെ. തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു അലുവ സ്റ്റാൾ. അവിടുത്തെ വീഡിയോ കൂടി മോൻ പോയി എടുത്തിട്ട് ഞങ്ങൾ മടങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഉത്സവപ്പറമ്പിൽ നിന്നും മടങ്ങുകയാണ്. ഇപ്പോൾ സമയം 10:30 ആയിട്ടുണ്ട്. ഞങ്ങളിനി മടങ്ങുകയാണ്. കുറേ പേരൊക്കെ ഉത്സവം കാണാനായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുറച്ച് പേർ കണ്ടവർ മടങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ ഉത്സവപ്പറമ്പ് ആകെ നല്ല കളർഫുള്ളായിട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നാളെ ഇനി ഈ സമയം ഘോഷയാത്ര വരാനായിട്ട് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ സ്ഥാപനത്തിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരിക്കും. ഈ യാത്ര നേരെ വീട്ടിലോട്ടല്ല കേട്ടോ. ഇൻ്റർലോക്കിൻ്റെ ഷോപ്പിന് മുന്നിലായിട്ട് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലെ ലൈറ്റ് കൂടി ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. വന്ന വഴി തന്നെയാണ് തിരിച്ചു പോക്ക്. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് ഭാഗം വീഡിയോ എടുക്കാൻ ഞങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഭാഗം നമ്മൾ ഭംഗി ആസ്വദിച്ചിങ്ങ് പോന്നിട്ടാണ് അയ്യോ ഞങ്ങൾ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ ആ ഭാഗം കൂടി ഒന്ന് വീഡിയോ എടുത്ത് കവറപ്പ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്.
ഇങ്ങോട്ട് വന്നപ്പോൾ നന്ദിയോട് ഭാഗത്തൊക്കെ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് കൂടി പോയി ലൈറ്റിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് കണ്ട് ആസ്വദിക്കാമെന്ന് കരുതി തിരിച്ചു വന്നപ്പോൾ ആ ഭാഗത്തെ ലൈറ്റൊക്കെ അണച്ചിട്ടുണ്ടായിരുന്നു. സമയം 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തന്നെ. അങ്ങനെ ദീപാലങ്കാരങ്ങളുടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും ഒക്കെ കഴിഞ്ഞ് മതിയാക്കി ഞങ്ങൾ ഇൻ്റർലോക്ക് സ്ഥാപനത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ കുറച്ച് ഭാഗത്തു കൂടി ദീപാലങ്കാരങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൂടെ വീഡിയോ എടുത്തങ്ങ് നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളോടി നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ഇന്നത്തെ ഉത്സവ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. പച്ചക്ഷേത്രത്തിലെ അവസാന ദിവസമായ നാളത്തെ ഉത്സവവിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. കണ്ടതിനേക്കാൾ മനോഹരമായ ഘോഷയാത്ര വീഡിയോ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.